ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. ഇത് ഹൈദരാബാദി നിസാമി ചിക്കൻ എന്നാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറിയുടെ പേര്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ചിക്കൻ കറിക്ക് കുങ്കുമപ്പാൽ വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുള്ള പാലിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ 3 സവാള ഉണ്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. ഈ ഒരു കറിക്ക് നമ്മൾ സവാള ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ സവാള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു കറി റെഡിയാക്കാനുള്ള ഒരു പാനിലേക്ക് 1.5 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ പീസുകളൊക്കെ ഇട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് സാധാരണ മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കസൂരി മേത്തി പൊടിച്ചതും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കറിയുടെ സ്പെഷ്യലായിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 20 ബദാമും അതുപോലെ തന്നെ ഒരു 20 കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്, 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തില്ലേ, തേങ്ങാക്കൊത്ത് അതൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. അത് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു കുങ്കുമപ്പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. ഇനി 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില കട്ട് ചെയ്തതും അതുപോലെ ഒരു കൈപ്പിടി നിറയെ പുതിന കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 3 സവാള നേരത്തെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇത് തിളച്ച് വന്ന് തുടങ്ങിയാൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഇവിടെ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു കറി ഇവിടെ റെഡി ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല റിച്ച് ആയിട്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് പൊറോട്ടയുടെ, ചപ്പാത്തിയുടെ അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Thank you.